ഗൈസ് വെൽക്കം ബാക്ക് ടു വിഷൻ വൈബ്സ്. ഫസ്റ്റ് തന്നെ ഈ മാല കണ്ട് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കണം ഇന്നത്തെ വീഡിയോ എന്താണ്. അതെ ഗൈസ്, അത് തന്നെ ഇന്നൊരു ഓണം പ്രിപ്പറേഷൻ വീഡിയോ ആണ്. ഈ മാലയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എവിടെ നോക്കിയാലും ഇപ്പോൾ ഇതാണല്ലോ. ഇത് ഞങ്ങളുടെ ഷാലുവിന്റെ മാലയാണ്. ഷാലു എവിടെയാന്ന് കാണണ്ടേ? ഇപ്പൊ ഈ ഊഞ്ഞാലിരുന്ന് പറക്കുന്നതാണ് ഞങ്ങളുടെ ശാലു. കാണാൻ ഏതാണ്ട് സ്കൂൾ കുട്ടികളെ പോലെ ആണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലെ പഠിപ്പിയാണവൾ. പഠിപ്പിയാണെന്ന് വെച്ച് യാതൊരുവിധ ജാടയും ഷാലുവിനില്ല. സത്യം പറഞ്ഞാൽ എക്സാമിന്റെ തലേന്നിരുന്നാലും ഇവളുള്ളോണ്ടാ വല്ലതും മനസ്സിലാക്കി പഠിക്കുന്നത്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഫ്രണ്ട്സ്? എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡും കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. കുറച്ച് കാത്തിരുന്നാണേലും ഞങ്ങൾക്ക് ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഓണമായോണ്ട് പറയണ്ടല്ലോ, എല്ലാ കടയിലും ധാവണിയൊക്കെ തന്നെയാണ് ഡിസ്പ്ലേ. അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങൾ അങ്ങനെ നടക്കാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾ മെയിനായിട്ട് ഇറങ്ങിയത് കുപ്പിയോടെ വാങ്ങാനാണ്. ഉച്ച ആയതുകൊണ്ട് തന്നെ ചൂടിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയത് ബ്ലൗസിന്റെ മെറ്റീരിയൽ എടുക്കാനായിരുന്നു. ഇവിടെ വന്നപ്പോഴും എല്ലായിടത്തെ പോലെ ധാവണി തന്നെയായിരുന്നു ഡിസ്പ്ലേ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് അകത്തോട്ട് കയറി. അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ബ്ലൗസിന്റെ മെറ്റീരിയൽ മാത്രം എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ചേച്ചി അത് അന്വേഷിച്ചു പോയായിരുന്നു. അവിടെ കിടന്ന ആ ധാവണിയും അതിന്റെ കളറും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ചേച്ചി മെറ്റീരിയൽ നോക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ അവിടെ വേറെ കുറെ മെറ്റീരിയൽസ് നോക്കി. അപ്പോൾ കണ്ട മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. അങ്ങനെ ബ്ലൗസിന്റെ മെറ്റീരിയലിന് വേണ്ടി ചേച്ചി അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു. അങ്ങനെ സ്റ്റാഫ് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ എടുത്തു തന്നു. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ ഇറങ്ങാറായി. ബില്ലിംഗ് സെക്ഷനിൽ പോയപ്പോഴാണ് കുറച്ച് ടെഡി ബിയേഴ്സ് കണ്ണിപ്പെട്ടത്. പിന്നെ അതിൻ്റെയും ഭംഗി നോക്കി സാധനവും മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ അടുത്ത കടയിലെത്തി. ഇവിടെ വന്നത് ഞങ്ങൾ കുപ്പിവള വാങ്ങാനാണ്. കുപ്പിവള വാങ്ങാൻ വന്ന് എത്തിയതാണെങ്കിലോ കമ്മൽ സെക്ഷനിലാണ്. കമ്മൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഗേൾസിന്റെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തരും അവരുടെ ഡ്രസ്സിന് മാച്ചായ കമ്മൽ നോക്കുമായിരുന്നു. അത്യാവശ്യം ഇവിടെ ഞങ്ങൾ കുറേ സമയം എടുത്തായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. പിന്നെ അഫോർഡബിൾ റേഞ്ചിലും ആയിരുന്നു. ഞങ്ങളുടെ സാരിയുടെ കളറ് സിൽവർ ഷെയ്ഡാണ്. സോ അതിന് മാച്ചായതായിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ നോക്കിയ കമ്മൽ എനിക്കും ആതിരയ്ക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നെ കൂടുതലും ഉള്ളത് ഗോൾഡൻ ഷെയ്ഡായിരുന്നു. ഇപ്പം ഞാൻ കാണിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലാണ്. മാല നോക്കിയായിരുന്നു, അതും ഞങ്ങൾക്ക് ഇഷ്ടമായി. അതും അഫോർഡബിൾ റേഞ്ചിലായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്തെന്നാൽ ഞങ്ങളുടെ ഡ്രസ്സിന്റെ കളറല്ലടോ. എനിക്ക് ഈ ബ്ലൂ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കമ്മലൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താണെന്നറിയോ, അവിടെ കുപ്പിവളയില്ലായിരുന്നു. അങ്ങനെ നടന്നപ്പോൾ ഒരു കട കണ്ടു. നോക്കിയപ്പോൾ അവിടെ കുപ്പിവള ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. ഇവിടെ കയറിയപ്പോൾ എന്താണെന്നറിയോ, ഞങ്ങളുടെ അളവിൽ കുപ്പിവള ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞാൻ എന്താ ടിക്കറ്റ് കാണിക്കുന്നതെന്നറിയോ? ഇപ്പൊ കാണിച്ചു തരാം. ആരാ ഈ ടിക്കറ്റ് കൊടുക്കുന്നതെന്നൊന്ന് നോക്കിയേ. എനിക്ക് തോന്നി ബസ്സിന്റെ കണ്ടക്ടർ അനക ചേച്ചിയാണെന്ന്. കാരണം ചേച്ചിയാ എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്ത്. അങ്ങനെ ആരും വാങ്ങാണ്ട് വന്നപ്പോൾ അത് സ്വന്തമായിട്ട് എടുത്ത് വെച്ച് ചിരിച്ചോണ്ടിരിക്കുന്നു. പിന്നെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് പിള്ളേരൊക്കെ കയറിയപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് ചേച്ചി അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ നോക്കുന്ന എന്താന്നല്ലേ, വേറൊന്നുമല്ല, ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. അങ്ങനെ നോക്കിയതാ. അങ്ങനെ ഇറങ്ങുന്ന സമയം ദാ ഫസ്റ്റ് ബൈ ഇപ്പത്ത്. അപ്പോൾ രണ്ടാമത്തെ ബൈ എല്ലാവർക്കും കൂടെയാണ്. ബൈ ബൈ.